ഹായ് മക്കളെ, ഞങ്ങളിപ്പോൾ ഉള്ളത് വൈക്കത്താണ്. വൈക്കത്ത് കീർത്തിമോളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. എന്താണല്ലേ, നിങ്ങൾ തമ്പ്ലയും കണ്ടതുപോലെ 10ാം ക്ലാസ് തുടങ്ങുന്ന സമയത്ത് മോക്ക് C+ ആയിരുന്നു. ആ സമയത്താണ് അസ്ത്രാപ്പച്ച് ജോയിൻ ചെയ്യുകയും A+ലേക്ക് മോൾ എത്തിയത്. എന്താണ് വിജയരഹസ്യം, എങ്ങനെയാണ് പഠിച്ചത്, എല്ലാം നിങ്ങളോട് പറയാൻ തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സോ നമുക്ക് കീർത്തിമോളോട് തന്നെ ചോദിച്ചു വെക്കാം. കീർത്തി, എങ്ങനെ ഉണ്ടായിരുന്നു 10ാം ക്ലാസ്? എങ്ങനെയാണ്, ഏത് സ്കൂളിലാണ് പഠിച്ചത് മോള്? ഞാൻ വൈക്കം ഗവൺമെന്റിലാണ്. വൈക്കം ഗവൺമെന്റ് സ്കൂളാണ് പഠിച്ചത്. എത്രാം ക്ലാസ് മുതലാണ് സൈലം കാണാൻ തുടങ്ങിയത്? ഒരു 8th ഒക്കെ തൊട്ട് യൂട്യൂബില് ക്ലാസ് കാണാൻ തുടങ്ങിയതാണ്. ആരെ ക്ലാസ് ആദ്യമായിട്ട് കണ്ട്? ഞാൻ AD സാറിന്റെ മാത്സ് ക്ലാസ് ആണ് കണ്ടത്. അപ്പൊ എങ്ങനെയാണ് 10ാം ക്ലാസ് അസ്ട്രാബച്ച് എടുക്കാനുള്ള കാരണം? കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്സ് എല്ലാം ടഫായിരുന്നു. അപ്പം പഠിക്കാൻ വേണ്ടി പിന്നെ കഴിഞ്ഞ വർഷം സൈലം എക്സലൻസ് അവാർഡ് വൈക്കത്ത് നടത്തിയപ്പോഴത്തേക്കും ജിതിൻ സാറിനെ കണ്ടായിരുന്നു. സാറാണ് അസ്ട്രാബാച്ചിനെ പറ്റിയൊക്കെ കൂടുതൽ പറഞ്ഞു തന്നത്. അപ്പം എനിക്ക് ട്യൂഷന് പോകാൻ വലിയ, ഞാൻ പോയിട്ടില്ല ഇതുവരെ. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ 10ാം ക്ലാസ്സിലെ പഠനം? ഓരോ സബ്ജക്റ്റുകളും ഒബ്വിയസ്ലി എല്ലാ സബ്ജക്റ്റുകളും മോള് പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാല് 10th കയറിയപ്പോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു മാത്സ് ആയിരുന്നു. ബാക്കിയുള്ളത് എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? ബാക്കിയും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. 10th ലാസ്റ്റ് ഫുൾ A+ എല്ലാവരും അങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന്. അപ്പം നല്ല യൂസ്ഫുൾ ആയിരുന്നു അസ്ട്രാബാച്ച്. 10ാം ക്ലാസ്സിൽ ഏറ്റവും ടഫ് വരുന്ന ചാപ്റ്റർ എന്ന് പറയണമെങ്കിൽ മാത്സ് ആണ്. ഇപ്പം അസ്ട്രാബാച്ച് എടുക്കാൻ കാരണം തന്നെ മാത്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഷാഹിദ് സാറുടെയും അതുപോലെ AD സാറെ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവരുടെ ക്ലാസ് നല്ല ഫ്രീ ആയിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. എല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒക്കെ അടിപൊളിയാക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അത് ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കാണ്, ആപ്പ് ആയിരുന്നോ അല്ലെങ്കിൽ പബ്ലിക് ലൈവ് ആയിരുന്നോ കൂടുതൽ കണ്ടിരുന്നത്? കൂടുതലും കണ്ടിരുന്നത് ആപ്പിലെ ലൈവ് ആണ്. നമ്മൾ റിവിഷൻ ആയിട്ടാണ് യൂട്യൂബില് അത് ആപ്പിലെ ക്ലാസ്സുകൾ കാണുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിന്റെ റിവിഷൻ ക്ലാസ് ബേസ് ചെയ്തായിരുന്നു കണ്ടിരുന്നത്. അപ്പം കീർത്തി, ഞാൻ ചോദിക്കുന്നത്, അവസാനത്തെ ദിവസങ്ങളിൽ മാത്രം ക്ലാസ് കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ? നേരത്തെ പഠിച്ചപ്പോഴാണ് കൂടുതൽ ബെറ്റർ ആയി തോന്നുന്നത്? ഫസ്റ്റ് തൊട്ട് നമ്മൾ അങ്ങനെ നോക്കി വരുമ്പോഴാണ് നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും, ചെയ്ത് പഠിക്കാൻ പറ്റും മാത്സ്. ആപ്പ് ലൈവില് അല്ല, യൂട്യൂബിൽ കാണുമ്പോഴത്തേക്കും അവസാനം ചെന്ന് കണ്ടിട്ട് കാര്യമായിട്ട് തോന്നില്ല. ഓക്കെ, ഇനി അടുത്ത പ്ലാൻ എന്താണ്? 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി അടുത്ത എന്തിലേക്ക് പോകണം? ഹ്യൂമാനിറ്റീസ് എടുക്കണം. ഞാൻ ഇവള് നേരത്തെ ചോദിക്കുന്ന സമയത്ത് ഇവളെ അംബീഷൻ പറഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതപ്പെട്ടു. എന്താവാനാണ് ആഗ്രഹം? തീർച്ചയായിട്ടും സോഷ്യൽ അധ്യാപകൻ എന്ന നിലയിൽ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല കോളേജുകളൊക്കെ ഉണ്ട്. ഡെക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൂനെയിൽ വരുന്നുണ്ട്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിനൊക്കെ CUT എക്സാമുകളുണ്ട്. നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാം നമ്മൾ നോക്കുക. സോ 10ാം ക്ലാസ് വരാൻ പോകുന്ന മക്കളോട് എന്താണ് കീർത്തിക്ക് പറയാനുള്ളത്? എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിച്ചാൽ മാർക്ക് കിട്ടുള്ള എല്ലാ കാര്യവും ഒന്നും പറയും. തുടക്കം തൊട്ട് ക്ലാസ് എല്ലാം കാണുന്നതാണ് നല്ലത്. പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിച്ചാൽ കൂടുതൽ എളുപ്പമാവുന്നതാണ് ഞാൻ പഠിച്ചതിൽ ഒരു ഇതായിട്ട് തോന്നുന്നത്. ഫസ്റ്റ് നമുക്ക് നല്ല പ്രഷർ ഫീൽ ചെയ്യുമെങ്കിലും പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഈ മാത്സിന്റെ കാര്യത്തിൽ C+ ആയിരുന്നു. എങ്ങനെ A+ലേക്ക് എത്താനുള്ള ഒരു യാത്ര എന്ന് പറയാം? എങ്ങനെ, എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എന്ന് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാറുണ്ടായിരുന്നു? അതായത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായാലും ആപ്പ് ലൈവിൽ കാണുകയാണെങ്കിലും വൈകിട്ടിരുന്ന് ചെയ്ത് നോക്കും. അത് 2-3 പ്രാവശ്യം ഒരു പ്രോബ്ലം തന്നെ ചെയ്ത് നോക്കിയാണ്. ഒരുപാട് മക്കൾക്ക് എനിക്കറിയാം. പക്ഷെ എനിക്ക് 10ാം ക്ലാസ്സിൽ മാത്സിനാണ് A+ പോയത്. ആ സമയത്താണ് C+ന്ന് A+ലേക്ക് എത്തുക എന്ന് പറഞ്ഞെങ്കിൽ അത് വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് ഞാൻ പറയാം. സോ അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് വരാൻ പോകുന്ന മക്കളോട് പറയാനുള്ളത്, കീർത്തി പഠിച്ചതുപോലെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് പറ്റും. അല്ലാതെ അവസാനം മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ മക്കളെ മാത്സ് പോലെ സബ്ജക്റ്റുകളും ഫിസിക്സ് പോലെ സബ്ജക്റ്റുകളൊന്നും നമുക്ക് മുന്നേക്ക് എത്താൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ ഒരു കാര്യം കൂടി എൻ്റെ മക്കളോട് പറയുകയാണ്, നമ്മൾ അസ്ത്ര ബാച്ചിൻ്റെ 2.0 ബാച്ച് തുടങ്ങുകയാണ്. അതായത് 2ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. മക്കളെ വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളി. കാരണം നമ്മൾ ഫസ്റ്റ് തൊട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കി പഠിപ്പിക്കാൻ വേണ്ടി പോകണം. ഇതേപോലെ ഇൻസ്റ്റാ ലേണിനെ കുറിച്ച് അറിയാം, കണ്ടിട്ടുണ്ടോ? നോട്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു? നോട്ട് നോക്കിയിട്ട് മാത്രം പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ആപ്പിൽ കൊടുക്കുന്ന ഫീച്ചേഴ്സ് തന്നെയാണ്. സോ കീർത്തിമോൾ അടിപൊളിയാക്കി പഠിക്കുക, ഇനി ഉഷാറാവട്ടെ, അടിപൊളിയാവട്ടെ. സോ പുതിയ മക്കളോട് പറയാനുള്ളത്, വേഗം തന്നെ നമ്മളെ അസ്ട്രാബച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയാക്കി കിഡിലാക്കി അവിടെ പഠിച്ചു തുടങ്ങണം. ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കുക മക്കളെ. സോ കീർത്തി, അടിപൊളിയാക്കുക, സെറ്റാക്കുക. വന്നത് സന്തോഷം, കണ്ടതിൽ അടിപൊളിയാക്കി പഠിക്കുക കേട്ടോ.